ടീച്ചറെ, ഇവരെ എല്ലാത്തിനും ഇന്ന് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. എല്ലാവരുടെയും പാരന്റ്സിനെ വിളിക്കാം. പാരന്റ്സിനെ അല്ല, ആദ്യം പോലീസിനെ വിളിക്കേണ്ടത്. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമൊന്നുമല്ല. എത്രയും വേഗം പോലീസിനെ വിളിക്കണം. ടീച്ചർ, പോലീസ് വന്നാൽ ഇത് വലിയ പ്രോബ്ലം ആവും. കളക്ടറും മന്ത്രിയും മീഡിയ ഒക്കെ ഇതറിയും. നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. മാഡം, ഇത് നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമല്ല. മാഡം പോലീസിനെ വിളിച്ചില്ലെങ്കിൽ ഞാനിപ്പോ വിളിക്കും. ശരി, വിളിക്കാം. ഇരിക്കൂ സർ. എന്താണ് മാഡം, എന്താ പ്രശ്നം? പ്രശ്നം എന്താ? ഇവരാ വെടികൊണ്ട് ഞാനിപ്പോ ചത്തേനെ. എന്റെ ഭർത്താവും മക്കളും അനാഥരായി പോയേനെ സാറേ. ആ, ഇത് നമ്മളെ കുട്ടികളാണല്ലോ. മോളിങ് വന്നേ, വാ. എന്താ മോളെ പറ്റിയേ? ഈ കുട്ടിയുടെ കയ്യിൽ നിന്നാ തോക്ക് പൊട്ടിയത്. അത് ശരി, മോളാണോ തോക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്നേ? ഞാൻ പറയാം സാറേ. ടീച്ചറെ, ഞാനിവിടെ ചോദിക്കുന്ന കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ആരുടെയാ തോക്ക്? അച്ഛന്റെ ആണോ? അല്ല. പിന്നെ ഈ തോക്ക് എങ്ങനെ മോളുടെ കയ്യിൽ വന്നു? ഇത് ചിപ്പിയുടെ അമ്മയുടെ മുറിന്ന് ഞാൻ എടുത്തതാ. ഓ, ബാക്കിയും കൂടെ പറ മോളെ. അപ്പം അങ്ങനെയാണ് കഥ. സർ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇത് പുറത്തറിഞ്ഞാൽ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. പത്രത്തിൽ വാർത്ത വരും, നാണക്കേടാവും. ഞങ്ങളുടെ കുട്ടികളെ ഭാവിക്ക് അത് ദോഷമാവും. കളിത്തോക്കാണെന്ന് കരുതി ഒരു അബദ്ധം പറ്റിയതാണ് സാർ, അല്ലാതെ മനഃപൂർവ്വമല്ല. അബദ്ധോ? ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കേസല്ലല്ലോ. അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും കുട്ടികൾ ഈ തോക്കുമായി സ്കൂളിൽ വന്നതും ക്ലാസ്സിൽ വെച്ച് വെടിപൊട്ടിയതും ക്രിമിനൽ കുറ്റമാണ്. പിന്നെ കുട്ടികളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. പക്ഷെ രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തേ പറ്റൂ. എന്തായാലും കുട്ടികളുടെ പേരൻസ് ആദ്യം വരട്ടെ. എന്റെ വക്കീലളിനെ വിവരം അറിയിച്ചായിരുന്നോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോ എത്തും. അളിയാ, ഇവിടെ സംഭവിച്ചെല്ലാം എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഗൗരിമോളെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ നാളെ ആരെങ്കിലും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നാ എനിക്ക് പണിയാവും. തൊപ്പിപ്പോയ പിന്നെ പോലീസുകാരന് ഒരു വിലയില്ലെന്ന് അളിയനറിയാലോ. അളി ഒരു വക്കീലല്ലേ, ഞാനെന്ത് വേണം? അളിയനത് പറ. പ്ലീസ് രാജി, എല്ലാം എനിക്കറിയാം. പക്ഷെ എൻ്റെ മോള്, അവളുടെ കാര്യം പ്ലീസ്, എൻ്റെ മോളെ രക്ഷിച്ചേ പറ്റൂ. അപ്പോ അളിയനെ അപേക്ഷിക്കാനൊക്കെ അറിയാല്ലേ? എന്നോട് അല്പം പോലും താല്പര്യം ഉണ്ടായിട്ടില്ല അളിയെ എന്നോട് ഇങ്ങനെ യാചിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഇപ്പൊ അളിയന്റെ മോളെ കോടതിയിൽ ഹാജരാക്കി മിക്കവാറും ജൂനിയർ ഹോമിലാക്കും. കുറ്റവാളികളുടെ കൂട്ടത്തിൽ അവിടെ ചെന്ന് കയറിയാലുള്ള കാര്യം അറിയാലോ. കോടതി എൻ്റെ മോളെ ജുവനൈൽ ഹോമിലാക്കാൻ പറഞ്ഞ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? പ്ലീസ് രാജി, എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ശരി, ആളെ ഇത്രയ്ക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഈ കേസിൽ നിന്ന് അളിയന്റെ മോളെ ഒഴിവാക്കി തരാം. ഇത് ഞാൻ അളിയനോട് കാണിക്കുന്ന ഔദാര്യമാണെന്ന് വിചാരിച്ചാൽ മതി.
ഇപ്പൊ വിട്ടാലും എപ്പോ വേണമെങ്കിലും എനിക്ക് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും. അളിയനത് മറക്കണ്ട. ഗൗരിമോളുടെ പേരിൽ ഞാൻ ഒരു കേസ് കൊടുക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ മാത്രമാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ടീച്ചറിന്റെ മുമ്പിൽ ഞാൻ വേറൊരു ജാട ഇറക്കിക്കൊള്ളാം. അളിയമ്പാ വാളിയാ. ടീച്ചറെ, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അവരുടെ ഭാവിയെ കരുതി ടീച്ചർ പറഞ്ഞത് ഞാനങ്ങ് സമ്മതിക്കുക. ഇതിന്റെ പേരിൽ പോലീസ് ഒരു കേസ് കൊടുക്കില്ല. സമൃദ്ധ, മോളെ കൊണ്ട് വീട്ടിൽ വയ്ക്കും. അറിയാ, ശിശിര അവിടെ നല്ല ഗംഭീര സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരുമ്പോ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിരുന്ന ഇന്ന്. ആളെയാ നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. മോളെ, നിന്നെ ഈ മാമന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മാമൻ മോളെ വെറുതെ വിടുക. മോള് അച്ഛന്റെ അമ്മയുടെ കൂടെ പിടിക്കും.